Good morning to all of you. DRA എക്സാമിനേഷൻ്റെ ദിവസവും അതിന് മുമ്പുള്ള ഈ രണ്ടാഴ്ച സമയവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ഈ ചെറിയ വീഡിയോയിൽ നിങ്ങളുടെ ഒപ്പം ഇരിക്കുന്നത്. എക്സാം ടാക്കിൾ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു കഴിവാണ്. എക്സാമിന് 50 മാർക്ക് മേടിച്ച് പാസ്സാകുക എന്നുള്ളതല്ല ലക്ഷ്യം. 85-90% മാർക്ക് മേടിച്ചാൽ മാത്രമേ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ SSLC സ്കോറോ +2ൻ്റെ സ്കോറോ ഡിഗ്രി സ്കോറോ നമുക്കിപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ വില, നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ആ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ തക്ക യോഗ്യതയുള്ളതാക്കി മാറ്റേണ്ടത് നിങ്ങളുടെ കടമയാണ്. എങ്ങനെയാണ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് ഞങ്ങളുടെ ഫാക്കൽറ്റീസും നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് അടിവരയിട്ട് പറയുക എന്ന് മാത്രമാണ് എൻ്റെ ഇന്നത്തെ ദൗത്യം. എക്സാമിനേഷന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 5 ഓപ്ഷൻസ് ഉണ്ടാവും. നമ്മളെ പറ്റിക്കാൻ വേണ്ടി നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് വരും, നോട്ട് എന്ന് ചേർത്തിട്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് നെഗറ്റീവായിട്ടുള്ളത് മാത്രമായിരിക്കണം നമ്മൾ ആൻസറായിട്ട് കൊടുക്കേണ്ടത്. ചിലപ്പോൾ ആൾ ദി എബോവ് ആയിരിക്കും ആൻസർ. ആദ്യത്തെ ആൻസർ കണ്ടുകൊണ്ട് എ ടിക്ക് ചെയ്യാനായിട്ട് പോകരുത്. എയും ബിയും സിയും ഡിയും വായിച്ച് ക്വസ്റ്റ്യൻ വീണ്ടും ഒന്ന് വായിച്ചിട്ട് മാത്രം ഓപ്ഷൻസിലേക്ക് പോവുക. ആ രീതിയിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നല്ല സ്കോറ് അക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നെഗറ്റീവ് സ്കോർ ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യ റൗണ്ടിൽ പോകേണ്ടത് 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ടിക്ക് ചെയ്ത് പോവുക. 1% ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് വിടുക. സെക്കൻഡ് റൗണ്ട് വരാം, തേർഡ് റൗണ്ടിലേക്ക് വരാം, ഫൈനൽ റൗണ്ടിലേക്ക് വരുമ്പം നമ്മൾ വിട്ടുപോയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുക. ഒരെണ്ണം പോലും എനിക്ക് സമയം കിട്ടിയില്ല അല്ലെങ്കിൽ എനിക്ക് വായിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് മിസ്സാക്കരുത്. കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലല്ലോ. ഒരു 40 ക്വസ്റ്റ്യൻസേ നമ്മൾ ആദ്യ റൗണ്ടിൽ ചെയ്തുള്ളൂ എന്ന് വെക്കുക. സെക്കൻഡ് റൗണ്ടിൽ 75-80% ഷുവറുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. സെക്കൻഡ് റൗണ്ടിലേക്ക് വന്നിട്ട് തേർഡ് റൗണ്ടിലേക്ക് വരുമ്പോൾ ഒരു 60-70% ഷുവറുള്ള ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യുക. ഫൈനൽ റൗണ്ടിൽ നമുക്ക് ഒട്ടും അറിയാൻ വയ്യാത്ത ഒരു 10-40 ക്വസ്റ്റ്യൻസ് വിട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം. A, B, C, D ഇതെല്ലാം കറക്കി കുത്താതെ എല്ലാത്തിനും ഒരേ ആൻസർ കൊടുക്കുക. B. ഒരു 40 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് 5 മിനിറ്റ് പോലും വേണ്ട. 10 മിനിറ്റ് ബാക്കി വെച്ചിട്ടാണ് നമ്മൾ അപ്പോൾ അതിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നുകൂടി റിവ്യൂ ചെയ്യാം. റിവ്യൂ ചെയ്യുമ്പോഴും നമ്മൾ ആൻസർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാറ്റണമെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ഡിലീറ്റ് ഒന്നും ചെയ്യേണ്ട. നമ്മളുടെ പുതിയ ആൻസർ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആദ്യം കൊടുത്ത ആൻസർ മാറി രണ്ടാമത് കൊടുത്ത ആൻസർ വരും. ഈ രീതിയിൽ എല്ലാം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഓരോ ദിവസവും ഇനിയും എടുത്താൽ നമുക്കൊരു 85-90 മാർക്ക് എന്നുള്ളതൊരു വിദൂര സ്വപ്നമൊന്നുമല്ല, ഒരു ബാലികാറാമലയല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ IBSനെ ഇൻഫോം ചെയ്യുക, ഫാക്കൽറ്റീസിനെ വിളിക്കുക, എന്നെ തന്നെ വിളിക്കാം. എൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, വേണുഗോപാൽ. എൻ്റെ നമ്പരും നിങ്ങളുടെ എല്ലാ ലിങ്കിലുമുണ്ട്. അല്ലെങ്കിൽ IBSലേക്ക് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസിൽ മോക്ക് ടെസ്റ്റുകൾ ശരിക്കും അറ്റൻഡ് ചെയ്യുക. ടെസ്റ്റ് പേപ്പേഴ്സ് ഒന്നുകൂടെ നോക്കുക. എന്നിട്ട് ഫൈനലായിട്ട് മൊഡ്യൂൾ A, മൊഡ്യൂൾ B എന്ന 1 ലൈനേഴ്സ് വീണ്ടും ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. 300 പോയിന്റ്സ് തന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്, അത് വീണ്ടും ഒന്ന് ഹൃദയസ്ഥമാക്കുക. കാണാപ്പാഠം പഠിക്കുക എന്നുള്ളതല്ല ഈ ക്വസ്റ്റ്യൻസിന്. ആ ക്വസ്റ്റ്യനിലെ കറക്റ്റായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ആൻസർ എഴുതി നമുക്ക് വിജയിയായി വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നല്ലൊരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം എന്നുള്ള ആശംസയോടുകൂടി IBSൻ്റെ സൈഡിൽ നിന്നുള്ള എല്ലാ ശുഭാശംസകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു.